ഹായ്. നെല്ലിക്കയുടെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി ധാരാളമുള്ള ഒന്നാണ് നെല്ലിക്ക. ബുദ്ധി വളർച്ചയ്ക്കും മുടി വളരുന്നതിനും സൗന്ദര്യം നിലനിർത്തുന്നതിനുമൊക്കെ നെല്ലിക്ക പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നെല്ലിക്ക പുളി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നന്നായി ചൂടായി വരണം. ചട്ടി നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളി ഞാൻ 4ആയിട്ട് കീറിയതാണിത്. തീരെ ചെറുതായിട്ട് അരിയേണ്ട. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അധികമായി പോകരുത്, വളരെ കുറച്ച് മതി. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ചെറുതായിട്ട് വാടി വരണം. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ 1 മതി, ഇല്ലെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നെല്ലിക്ക കുരു കളഞ്ഞ് അല്ലികളായിട്ട് ഇളക്കിയെടുത്തതാണ്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. തീരെ ചെറിയ നെല്ലിക്കയാണെങ്കിൽ ചെറിയ ചവർപ്പുണ്ടാകും. ഇത് ചവർപ്പില്ലാത്ത നെല്ലിക്കയാണ്. ഇതും കൂടി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണിത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാല നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ട് ഒന്നും കൂടി ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ. നല്ലതുപോലെ ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഉള്ളിയും നെല്ലിക്കയും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം ഇനി കുക്ക് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് അത് തിളച്ച് പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് അതൊന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിഞ്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതും കൂടി ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിൽ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നെല്ലിക്ക പുളിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ നെല്ലിക്ക പുളിയിലേക്ക് അത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഹെൽത്തി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.